അൽഹാക്കുമുത്ത് തക്കാസുർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തെറ്റായി ധരിക്കുമ്പോഴാണ് പരസ്പര വൈരുദ്ധ്യം തോന്നുക, സംശയം വരിക. അതിന് ശരിയായ അർത്ഥവുമുണ്ട്, തെറ്റായ അർത്ഥ തലവും ഉണ്ട്. ശരിയായ അർത്ഥം എന്താണ്? അൽഹാ, ശ്രദ്ധ തെറ്റിച്ച് കളയുന്നു. കും, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങൾക്ക് ശ്രദ്ധ തെറ്റിക്കുന്നതിന് കാരണമായി തീരുന്നുണ്ട്. നിങ്ങളുടെ അജണ്ട മാറിപ്പോകുന്നതിന് കാരണമായി തീരുന്നുണ്ട്. ആരാണ് കാരണക്കാരൻ? മുൽഹി. അൽഹായുടെ മുൽഹി ആരാണ്? അത്തകാസുറു. നിങ്ങളുടെ പ്രധാന അജണ്ട അത് വഴിതിരിച്ചു വിടുന്നത്, അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്നത് നിങ്ങളുടെ തകാസുർ ആണ്. തകാസുർ എന്ന് പറയുന്നത് തഫാഴുല് ബാബാണ്. തഫാഴുല് ബാബ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന അർത്ഥം ധ്വനിപ്പിക്കുന്ന ബാബാണ് തഫാഴുല് ബാബ്. അപ്പം ആ തകാസുറു എന്ന് പറഞ്ഞാൽ അർത്ഥമെന്തായി? മലയാളത്തിൽ പറയുമ്പോൾ പൊങ്ങച്ചം, അതല്ലെങ്കിൽ സമാനമായ മറ്റൊരർത്ഥം പറയാം, ആഡംബര പ്രകടനം. മറ്റൊരു ഭാഷയിൽ പറയാം ജാഡ. ഇനിയും പറയാം എന്ത്? അറബിയിൽ മുബാഹാത്ത്. ഒരുവൻ മറ്റൊരുത്തനേക്കാൾ കൂടുതൽ തൻ്റെ മേനി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരം. അതാണ് ഇരുഭാഗത്തും തകാസുർ. എന്താണ്? അവനേക്കാൾ എനിക്ക് മുന്നോട്ട് പോവണം, അവനേക്കാൾ ഞാനാണ് മുന്നിൽ നിൽക്കുന്നത് എന്നത് പ്രകടമാവണം. ഈ ഒരു ചിന്ത അത് തകാസുറാണ്. ഖുർആനിൽ തകാസുറാണ് പറഞ്ഞതെങ്കിൽ വർത്തമാന സമയത്ത് തകാസുർ എന്നിടത്ത് നിന്നുകൂടി കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് മനുഷ്യൻ. ഇന്നത്തെ അവസ്ഥ തകാസുറുമല്ല, മറിച്ച് റഖ്മനത്തു തകാസുർ എന്ന് പറയും. എന്ന് വെച്ചാൽ ജാഡയുടെ ഡിജിറ്റലീകരണം, തകാസുറിനെ നമ്പർ വൽക്കരിക്കുക. പൊങ്ങച്ചത്തിൻ്റെ നമ്പർ വൽക്കരണം, ഡിജിറ്റലീകരണം, അത് അൽഹാ, നിങ്ങളുടെ മൗലിക അജണ്ടയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്നു. അപ്പോൾ ഏതാണ് മൗലിക അജണ്ട? വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. പരലോകം എന്ന് പറയുന്നതാണ് മെയിൻ അജണ്ട. ആ മെയിൻ അജണ്ടയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള കൃഷിയിടമാണ് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. അപ്പോൾ വസ്തഅ്മറക്കും ഫീഹ എന്ന് പറഞ്ഞിടത്ത് വികസനം ആവശ്യപ്പെടുന്നു. വികസനം എന്തിനു വേണ്ടിയായിരിക്കണം? അത് പരലോകം കൈവരിക്കുക എന്ന മെയിൻ അജണ്ടയ്ക്ക് വേണ്ടിയുള്ള കൃഷിയായിരിക്കും. ഭൂമിയിൽ അതാത് സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന നോളജ്, ടെക്നോളജി, അത് വെച്ചുകൊണ്ടുള്ള മുഴുവൻ വികസന പ്രവർത്തനവും എന്തിനു വേണ്ടിയായിരിക്കണം? മസ്റഅത്തുൽ ആഖിറ. അതൊരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ഇമാറത്തുകളൊക്കെയും ഒരു അഗ്രികൾച്ചർ വകുപ്പാണ്. എന്തിനു വേണ്ടിയുള്ള? അത് പരലോകത്തിന് വേണ്ടിയുള്ള. പരലോകത്തിന് വേണ്ടിയുള്ള അഗ്രികൾച്ചർ ഇമാറത്താകുമ്പോൾ ആ ഇമാറത്തിൽ പൊങ്ങച്ചം എന്ന് പറയുന്ന ഒന്നുണ്ടാവില്ല. റഖ്മനത്തു തകാസുർ എന്ന് പറയുന്ന ഒന്നുണ്ടാവില്ല. പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ?
നഈം നിഅ്മത്ത് എന്ന് പറയുന്ന ഒരു തലം മാത്രമേ ഉണ്ടാകൂ. മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും സൗകര്യങ്ങൾ എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇമാറത്ത് നടക്കുമ്പോൾ വ്യവസായത്തിലും കൃഷിയിലും മറ്റുള്ള എല്ലാ സാമ്പത്തിക മണ്ഡലങ്ങളിലും ലോകത്തുള്ള എല്ലാ വികസന രാഷ്ട്രങ്ങൾക്കും വികസിത രാഷ്ട്രങ്ങൾക്കും എൻജിനീയർമാർക്കും കർഷകർക്കും അതുപോലെ വ്യവസായ പ്രമുഖർക്കും ആകെ ഒരൊറ്റ ചിന്ത മാത്രം. എന്താണത്? അത് ജീവജാലങ്ങളുടെയും മനുഷ്യൻ്റെയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഈ ഒരു ലക്ഷ്യം മാത്രമാണ്. അതിലേക്ക് ഏത് കലരുന്നില്ല. ഞാൻ നമ്പർ 1 ആകണം, ഞാൻ നമ്പർ 1 ആകണം, എനിക്കായിരിക്കണം തലയെടുപ്പ് എന്ന വിചാരം കടന്നു കൂടുന്നേ ഇല്ല എങ്കിൽ ആ ദുനിയാവിൻ്റെ അടി മുതൽ ഒടുവരെയുള്ളതെല്ലാം നഈമിലാണ് പെടുക, നിഅ്മത്തിലാണ് പെടുക. അല്ല തകാസുറിന് വേണ്ടിയോ റഖ്മനത്തു തകാസുറിന് വേണ്ടിയോ ഈ ഇമാറത്തുകളെ ദുരുപയോഗം ചെയ്താൽ ആ ദുരുപയോഗം ചെയ്യൽ അത് അദ്ദുനിയാ മൽഊനത്തുൻ എന്ന് പറയുന്ന ലഅനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഒരേ ദുനിയാവിനെ സംബന്ധിച്ച് തന്നെ നഈം എന്ന ലഫ്ളും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പ്രമാണം. അതേ സന്ദർഭത്തിൽ അദ്ദുനിയാ മൽഊനത്തുൻ ലഅനത്ത് എന്ന പദവും ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് നഈം എന്ന പദവും ലഅനത്ത് എന്ന പദവും പരസ്പരം ലിദ്ദുകളായി നിൽക്കെ, വൈരുദ്ധ്യങ്ങളായി നിൽക്കെ ഇത് രണ്ടും ദുനിയാവിനോട് മാച്ചാകുന്നത്? അത് അജണ്ട, മനസ്സിനകത്തുള്ള വിചാരത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചാണ്. ഒരു മനുഷ്യൻ പൊങ്ങച്ചത്തിന് വേണ്ടി ഇമാറത്തിലേക്ക് കൈവെക്കുമ്പോൾ അവൻ ദുനിയാവ് മൽഊനത്താക്കി മാറ്റുകയാണ്. അവൻ്റെ ദുനിയാവ് മൽഊനത്താണ്, ശപിക്കപ്പെട്ട വസ്തുവാണ്. ഒരാൾ അതിനെ ഇമാറത്ത് എന്ന ഉദ്ദേശത്തിൽ മനുഷ്യൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതിൽ മാത്രം ഒതുക്കി നിർത്തി അതിൽ ഡെവലപ്പ് വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ദുനിയാവ് ആരായിത്തീർന്നു? നഈമായിത്തീർന്നു. അൽ ഹാകുമു തകാസുർ എന്ന് പറയുന്ന സൂറത്തിൻ്റെ തുടക്കവും ഒടുക്കവും ശ്രദ്ധിക്കുക. അതിൻ്റെ ആ സിയാക്ക് ഘടന ഒന്ന് ചെക്ക് ചെയ്യുക. തുടക്കം തകാസുർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. സൂറത്ത് അവസാനിക്കുന്നതോ വലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം എന്ന നഈം എന്ന വാക്ക് വെച്ചുകൊണ്ടാണ്, പദം വെച്ചുകൊണ്ടാണ്. നഈം എന്ന് പറഞ്ഞാൽ നിഅ്മത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിഅ്മത്ത്, അനുഗ്രഹം എന്നതിനെയാണ് നൽകിയിട്ടുള്ളത്. അതിനെ നിങ്ങൾ തകാസുറുവൽക്കരിച്ചതിനെ സംബന്ധിച്ചാണ് വലതുസ്അലുന്ന ചോദ്യം വരുന്നത്. നിഅ്മത്തിനെ നിങ്ങൾ എന്തുകൊണ്ട് തകാസുറിലേക്ക് ദുരുപയോഗം ചെയ്തു? ഇതാണ് സുആൽ. അതേ അവസരത്തിൽ നഈമിനെ നിഅ്മത്തിൽ ഒതുക്കി നിർത്തിയിരുന്നുവെങ്കിൽ, ഇമാറത്തിൽ ഒതുക്കി നിർത്തിയിരുന്നുവെങ്കിൽ, ഇംകാനിയത്ത് ജീവജാലങ്ങളുടെ സൗകര്യം എന്നതിൽ മാത്രം ഒതുക്കി നിർത്തിയിരുന്നുവെങ്കിൽ ലാ തുസ്അലുന്ന ഒരു ചോദ്യവുമില്ല. ചോദ്യം ചെയ്യുന്നത് അത് വകമാറി ചെലവ് ചെയ്തപ്പോഴാണ്, റൂട്ട് തെറ്റിയപ്പോഴാണ്. വലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം.